ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇക്കടെ കഴിഞ്ഞ ലീവിന് വന്നപ്പോൾ ഇക്കടെ ഒരു ഫ്രണ്ട് വന്നായിരുന്നു നമ്മുടെ വീട്ടിൽ നിൽക്കാനായിട്ട്. എന്ന് വെച്ചാൽ വേറൊരു ഫ്രണ്ടിൻ്റെ ഒരു കല്യാണം ഉണ്ടായിരുന്നു. അങ്ങനെ അതിനായിട്ട് അവിടെ ഉള്ളവർ രണ്ടുപേരും എന്ന് വെച്ചാൽ അവർ ഫാമിലിയാണ് വന്നത്, ഒരു മോളും ഒക്കെ ആയിട്ട് അവർ വന്ന്. അങ്ങനെ പിന്നെ അവർ ഹിന്ദിക്കാരാട്ടോ. അവരും ഞാനുമായിട്ട് ഞങ്ങളുടെ വീട്ടിൽ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് പോലും എനിക്കറിയത്തില്ല. അവരുടെ ഹിന്ദിയും എൻ്റെ മലയാളവും ഇംഗ്ലീഷും എല്ലാം കൂടെ എന്തായാലും നല്ല രസമായിരുന്നു കേട്ടോ. നല്ല ഒരു ഫാമിലി ആയിരുന്നു, നല്ല സ്നേഹമൊക്കെ ഉള്ളവരായിരുന്നു. അവർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ലെങ്കിലും അവർ മനസ്സിലാവുന്ന രീതിയിലൊക്കെ ഇങ്ങനെ തലയൊക്കെ ആട്ടിയൊക്കെ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങളൊരു ദിവസം അവർ വന്നതെന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം അവർ ആ കല്യാണം കൂടാം, മലയാളിയുടെ കല്യാണം കണ്ടിട്ടില്ല എന്നുള്ള സദ്യയൊക്കെ കഴിക്കാമെന്നുള്ള ഉദ്ദേശത്തിലാണ് അവർ വന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവരുടെ നാട്ടിൽ ബീച്ചില്ല, വെള്ളം എന്ന് പറയുന്ന സംഭവം, കായൽ കടൽ അങ്ങനെ ഒരു സംഭവമൊന്നും അവർ കണ്ടിട്ടില്ല. അതും കൂടെ ഒക്കെ കാണാൻ വേണ്ടി, കേരളമൊക്കെ ഒന്ന് കാണാൻ വേണ്ടി അവർ ഇറങ്ങിയതാണ്. അങ്ങനെ വീട്ടിൽ വന്ന് ഒരാഴ്ചയോളം നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു. നല്ല ഫാമിലിയൊക്കെ ആണ്ട് കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇവർ തന്നെ ഈ ഗൂഗിളിനകത്ത് സെർച്ച് ചെയ്ത് നമ്മുടെ ജഡായി പാറ കാണാനായിട്ട് വന്നു. സത്യത്തിൽ ഞാൻ ആദ്യമായിട്ട് അന്നേരം സംഭവം ഇങ്ങനെ ഉണ്ടെന്ന് എനിക്കറിയാം, ഇത് എവിടെയാണെന്ന് പോലും എനിക്കറിയത്തില്ല, കിഴക്കെങ്ങാണ്ടാണെന്നറിയാം. അങ്ങനെ ഞങ്ങൾ രാവിലെ ഒരു 7:30 ആയപ്പോൾ ഞങ്ങൾ റെഡിയായി പോയി. പക്ഷേ മക്കൾ രണ്ടുപേരും വന്നില്ല കേട്ടോ. അവർക്ക് വലിയ താല്പര്യമില്ലായിരുന്നു. അവരെന്ന് വെച്ചാൽ അതിൻ്റെ 2 ദിവസത്തിന് മുമ്പ് ഇങ്ങനെ നമ്മളിങ്ങനെ ഒരു ടൂർ പോയിട്ട് വന്നതേ ഉള്ളൂ. അങ്ങനെ അവരങ്ങ് ടയേർഡായിരുന്നു, അതുകൊണ്ട് അവർ വന്നില്ല. പക്ഷേ ഇങ്ങനെയൊക്കെ കയറണമെന്നൊന്നും അവർക്ക് അറിയത്തില്ല, അല്ലെങ്കിൽ വന്നേനെയായിരുന്നു. അങ്ങനെ നല്ല സ്ഥലമാണ് കാണുന്ന വെച്ചതിനകത്ത് കയറാൻ സത്യത്തിൽ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഇരുമ്പിൻ്റെ ട്രോപ്പ് വഴിയാണ് നമ്മളിതിനകത്തോട്ട് കൊണ്ടുപോകുന്നത്. അതിനകത്തിരുന്ന് സത്യത്തിൽ ഞാൻ പേടിച്ച് വിറച്ചിരിക്കുമായിരുന്നു. കായ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്ന്, പിന്നെ ഇടയ്ക്കൊക്കെ വീഡിയോ ഒക്കെ ഇങ്ങനെ എടുത്ത്, എന്തായാലും പോയതല്ലേ ഒന്ന് എടുത്തേക്കാമെന്നൊക്കെ വിചാരിച്ച്. നല്ല സ്ഥലമാണ് നിങ്ങൾ. പക്ഷേ ഞങ്ങൾ പോയ സമയം ശരിയല്ല, കാരണം വെച്ചാൽ ഭയങ്കര ചൂടുള്ള സമയമായിരുന്നു. അതുകൊണ്ട് വെയിലായതുകൊണ്ട് ഞാനൊരിടത്ത് മാറി നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തുള്ളൂ. പക്ഷേ നല്ലൊരു സ്ഥലമാണ്, കാണാനൊക്കെ നല്ല രസമാണ് കേട്ടോ. അതിനകത്ത് കയറുമ്പോഴും പിന്നെ കയറി കഴിയുമ്പോൾ പിന്നെ നമ്മുടെ ആ പേടിയൊക്കെ അങ്ങ് മാറും. അങ്ങനെ അവരും ഞങ്ങളുമായിട്ട് പോയി, എല്ലാം കണ്ട്. അവർ പോയതിൽ വെച്ച് നല്ലൊരു ഇതായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ അതൊക്കെ കണ്ടിരിക്കാൻ ഇങ്ങനെ ആലോചിക്കും, ഇങ്ങനെയൊക്കെ ഒരു സ്ഥലം ഉണ്ടോ എന്നുള്ള രീതിയിലാണ് പുള്ളി ഇങ്ങനെ ഇരിക്കുന്നത്. ഞങ്ങൾ പിന്നെ ബീച്ചിലോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങൾ, ആലപ്പുഴ പോലെ അങ്ങനെയൊക്കെ പോകത്തതേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ ഉണ്ടെന്നുള്ള കാര്യം, സംഭവം ഉണ്ടെന്നറിയാം, ഇങ്ങനെയൊക്കെ കാണാനുണ്ടെന്നുള്ള കാര്യമൊന്നും അറിയത്തില്ലായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും പോയി. വൈകുന്നേരമായി ഞങ്ങൾ തിരിച്ചു വന്നപ്പം. പിന്നെ ഞങ്ങൾ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത്. നിങ്ങളും ഒന്ന് പോയി നോക്കണം, നല്ല സൂപ്പർ സ്ഥലമാണ്. ഒരുപാട് ആ ജഡായു എന്ന് പറയുന്ന ആ പാറ കാണാൻ തന്നെ ഒരു ഭംഗിയാട്ടോ. നിങ്ങളും എല്ലാവരും ഒന്ന് പോകണം. ഇത്രയേ ഉള്ളൂ. ടാറ്റ, ഓക്കെ, ബൈ, സി യു.